ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഇനി എന്തെങ്കിലും പരിപാടികൾ നോക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, അതായത് നിങ്ങളുടെ ശത്രുവിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ താലി അല്ലെങ്കിൽ താലിമാല, വളരെ പവിത്രമായിട്ടുള്ള ഒരു കാര്യത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഭാര്യാസ്ഥാനം, ഭർത്തൃസ്ഥാനം, അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാരേജ് നടക്കാൻ പോയത് തട്ടിത്തെറിപ്പിക്കുക, അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ഒരു കൂടിച്ചേരലിന് ഭംഗം വെക്കുക, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ആണിക്കല്ലിന് ഇളക്കം തട്ടിക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ് നിങ്ങളുടെ ശത്രുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓൾറെഡി ചെയ്തു കഴിഞ്ഞതും ഇനിയും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി എന്താണ്, അതാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾ അവരുടെക്കാളും ഉയരത്തിൽ എത്തുമോ, നിങ്ങൾക്ക് അവരെക്കാളും കൂടുതൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് പുതിയൊരു ജീവിതം, പുതിയൊരു സന്തോഷം, സമാധാനം, സാമ്പത്തികമായിട്ടുള്ള ഒരു മുതൽക്കൂട്ടുണ്ടാവോ, ബിസിനസ്സിൽ വളർച്ച, പുതിയ ജോലി, വിദേശത്ത് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്തത്രോളം നിങ്ങൾ വളരുമോ, നിങ്ങളുടെ കുടുംബം, കുട്ടികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ, അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ വളരുമോ, ഭർത്താവ് അങ്ങനെയൊക്കെ വളരുമോ എന്നുള്ളൊരു ടെൻഷൻ. ഇതിപ്പോ ആര് വളർന്നാലും നിങ്ങൾ വളരാൻ പാടില്ല. അതിന് നല്ല അസൂയ എന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ല എന്നുണ്ടെങ്കിൽ വേറെ പേരുകളുണ്ട്, ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കൊണ്ട് മനസ്സിന് മനക്കട്ടിയില്ലായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ളവര് സന്തോഷിക്കണ കാണുമ്പോൾ മറ്റുള്ളവര് എന്താണ് ഈ സമാധാനവും സന്തോഷവും എല്ലാ രീതിയിലും ആഘോഷിക്കുന്നത് കാണാൻ ഒരു മനക്കട്ടിയില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ശത്രു എന്ന് പറയാൻ പറ്റില്ല, ശത്രുക്കൾ. ഒന്നിൽ കൂടുതൽ ആളുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യക്തികൾ. നിങ്ങളുടെ കുടുംബത്തിലേതായിട്ടുള്ള സ്റ്റോറീസോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേതായിട്ടുള്ള ആളുകളുടെ സ്വഭാവം വരെ, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്വഭാവങ്ങൾ വരെ ഏകദേശം അറിയാവുന്ന വ്യക്തികളാണ്. അതാണ് ഇത്രയും പല പരിപാടികളും നിങ്ങളോട് ചെയ്യുന്നതിന് ആക്കം കൂടുന്നത്. ഒന്നല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ തന്നെ നിങ്ങളെക്കുറിച്ച് എന്താ പറയാ, A to Z കാര്യങ്ങൾ അവിടെ ഇങ്ങനെ നമ്മൾ സദ്യ വിളമ്പൂലേ, അതായത് ആദ്യം അച്ചാറ്, പഞ്ചസാര, പിന്നെ എന്താ പറയാ ചിപ്സ്, അങ്ങനെയുള്ള, പിന്നെ പച്ചടി, കിച്ചടി, തോരൻ, അവിയൽ, അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഓരോ സദ്യക്ക് ഓരോ വിഭവങ്ങൾ വിളമ്പുന്നത് പോലെ നിങ്ങളെപ്പറ്റിയുള്ള A to Z കാര്യങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള
A to Z നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെ, നിങ്ങളുടെ വർക്ക് പ്ലേസിലെ കാര്യങ്ങൾ ഉൾപ്പെടെ, നിങ്ങളുടെ ചങ്ങാതിമാര്, ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ പറ്റിയും, നിങ്ങളുടേതായിട്ടുള്ള പിടിപാടുകളെ കുറിച്ചും, നിങ്ങളുടേതായിട്ടുള്ള A to Z സ്വഭാവം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീക്ക് പോയിന്റ്സ് എവിടെയാണ്, അതുവരെ A to Z കാര്യങ്ങൾ വരെ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഈ ശത്രുക്കൾക്ക് നേരിട്ടറിയാം. അതല്ല, നേരിട്ടറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഇത് A to Z വിളമ്പി കൊടുക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ആയിട്ടുള്ള ആളുകളുണ്ട്. അതാണ് ഇതിന്റെ ബുദ്ധിമുട്ട്. കാരണം അതുകൊണ്ടാണ് ഇത്രയും ഒരു ഇങ്ങനെ അടച്ച് ഇങ്ങനെ ടോട്ടലി നിങ്ങളെ പൂട്ടാൻ പറ്റുന്നത് ഇവർക്ക്. അത് നിങ്ങൾ എന്താന്ന് ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ചില ആളുകൾക്ക്, ഈ വീഡിയോ കാണുന്ന ചില ആളുകൾക്ക് എന്തിനും ഏതിനും തടസ്സം വരും. പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ വരും. അത് ചിലപ്പോ എന്താ പറയാ, ഒരു ധനസമ്പാദനത്തിന്റെ പേരിലോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും തുടങ്ങാൻ പോകുന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും അങ്ങോട്ടൊരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്നില്ല, എന്ത് ചെയ്തിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല, എന്തും അങ്ങോട്ടൊരു വൃത്തിയും വെടുപ്പും അങ്ങോട്ട് കിട്ടുന്നില്ല, വിചാരിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. ഒന്നല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ എപ്പോഴും അസുഖങ്ങളായിട്ട്, ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സ് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അത് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും എപ്പോഴും അസുഖങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികൾക്കായിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് നേരെ നോക്കിയാൽ വാളും പരിചയം എടുത്ത് തർക്കം, അടി, ഇടി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും കലാശിക്കുന്നുണ്ടാകാം. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾ എന്തിനാ വഴക്കിട്ടതെന്ന്. അവർക്കും മനസ്സിലാവില്ല എന്തിനാ വഴക്കിട്ടതെന്ന്. പക്ഷെ വഴക്കിട്ടോ, പറഞ്ഞു. എന്തിനാണ് അകന്നു പോയത്? എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായത്? ഒന്നും, അതായത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിന് ചിലപ്പോൾ ഒരുപാട് വഴക്കുകൾ ഉണ്ടാവുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ, അല്ലെങ്കിൽ അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള വിഷമങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫ്യൂച്ചറിനെ പറ്റി ഓർത്തുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്നത് പോലെ ഒന്നല്ലെങ്കിൽ കാണുന്ന ആളുകൾക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും വ്യക്തികൾക്കായിരിക്കും ഞരമ്പ് സംബന്ധമായിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രഷർ ബുദ്ധിമുട്ടോ, അതല്ല ഇപ്പൊ ഒരു എല്ലിനോ, അല്ലെങ്കിൽ പറയുന്ന പോലെ ഒരു തലകറക്കം, തലവേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ വ്യക്തിക്കോ കുട്ടികൾക്കോ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, കണ്ണിനൊന്ന് റെസ്റ്റ് കൊടുക്കുക കേട്ടോ. നമ്മൾ ആവശ്യ സമയത്ത് വെള്ളം കുടിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. വെള്ളം ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് ദാഹിച്ച് വലഞ്ഞിരിക്കുമ്പോഴല്ല വെള്ളം കുടിക്കേണ്ടത്. നമ്മൾ ആവശ്യ സമയത്ത് നമ്മുടെ ബോഡിക്ക് വെള്ളം കൊടുക്കുക. ഫുഡ് കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക. അല്ലാതെ നമ്മൾ പിന്നെ കൃത്യസമയത്ത് ഉറങ്ങുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കൂടി ഇല്ലായ്മ, ഉറക്കമില്ലായ്മ, അതും അല്ലാന്നുണ്ടെങ്കിൽ ഓവർ തിങ്കിങ് ഒക്കെ കാരണം ഒരുപാട് പരിപാടികൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അതൊന്ന് നമ്മൾ തന്നെ പരിഹരിക്കുക. കാരണം നമ്മൾക്കൊരു തലവേദന വന്ന വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കാതിരിക്കുക. ഗൂഗിള് പല കാര്യങ്ങൾ പറഞ്ഞോളെ, അന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അല്ല. മൈന്യൂട്ടായിട്ടുള്ള തലവേദന ആണെങ്കിലും ഗൂഗിള് ചിലപ്പോൾ വേറെ അസുഖങ്ങൾ പേര് പറയും. അപ്പൊ അതൊന്നും അല്ല, അതൊക്കെ വിട്ടേക്കുക. നമ്മള് ഇപ്പൊ ഒരു വണ്ടി ഓടണം എന്നുണ്ടെങ്കിൽ പെട്രോൾ ഒഴിക്കണ്ടേ? പെട്രോൾ അടിക്കാതെ വണ്ടി ഓടുകയില്ല. അപ്പൊ അതേസമയം നമ്മൾക്ക് ഒരു വെള്ളത്തിൻ്റെതായിട്ടുള്ള ഒരു ജലാംശം കുറവ് കാണിക്കുന്നുണ്ട്. ആ വെള്ളം നന്നായിട്ട് എന്തായാലും കുടിക്കുക കേട്ടോ. ബാക്കിയുള്ളതൊക്കെ വന്നെടുത്ത് വെച്ച് കാണാന്നുള്ള രീതിയിലിരിക്കുക. അല്ലാതെ ആ സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ സ്റ്റക്കാണ്. അത് സ്റ്റക്ക് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ ബ്ലാക്ക് മാജിക് എനർജിയുടെ ഹൈ ആയിട്ട് ഒരു കാര്യം ഇവിടെ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കോ ഏറ്റതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു പരിപാടികളും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട് പരിപാടികളൊക്കെ വരുന്നത്. കാരണം നിങ്ങൾക്ക് ഇപ്പൊ എന്താണോ നല്ല കാര്യങ്ങൾ വരുന്നത്, അത് ഇപ്പൊ ഇന്ന് നടക്കേണ്ടത് നിങ്ങൾക്ക് ചുറ്റിപ്പിടിച്ച് ഒരു 5-6 മാസം കഴിയുമ്പോഴായിരിക്കും നടക്കേണ്ടത്. അതൊക്കെ
ഈ പറയുന്ന പോലെ ഈ ശത്രുക്കളുടേതായിട്ടുള്ള തടസ്സം വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, നല്ല കാര്യമായിരിക്കും. ഇപ്പൊ ഒരു ജോലിയുടെ കാര്യമാണെങ്കിലും ഇപ്പൊ നിങ്ങൾ തമ്മിൽ, നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, മാരേജ്, അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധം ഉറപ്പിക്കൽ, അല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ള തടസ്സം, അതോ അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യങ്ങളാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്കിപ്പോ ഇന്ന് വരേണ്ടത് ചിലപ്പോ ഒരു 2-3 മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 5-6 മാസം കഴിഞ്ഞ് ഈ വളഞ്ഞു ചുറ്റി പിടിക്കുന്ന പോലെ വരുന്ന ഒരവസ്ഥ, എന്തിനും ഒരു തടസ്സം വരുന്ന ഒരു അവസ്ഥ, അത് ഈ ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ദൈവത്തിനെ വിളിക്കുന്നതും ദൈവത്തിൻ്റെതായിട്ടുള്ള നാമങ്ങൾ ഉച്ചരിക്കുന്നതും അല്ലാന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കുന്നതും നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തരുന്നുണ്ട്. പലതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. പലതിലും നിങ്ങളുടെ കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യം, ഒരു ദൈവാധീനം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോലും അറിയാതെ പലതിനും പല വിധത്തിലുള്ള മാരകമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പല രീതിയിൽ നിന്നും പല വിധത്തിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. കണ്ണിന് റെസ്റ്റ് കൊടുക്കുക. കണ്ണിന് തീരെ റെസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ശരിയായ സമയത്തായിരിക്കില്ല ഉറങ്ങുന്നത്. അതുമല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ യൂസേജ് കൂടുതലാണ്. അതുമല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകള്, മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യത്തിന് ഒരുപാട് ചിന്തിച്ച് കാട് കയറി തിരിഞ്ഞും മറിഞ്ഞും ഓരോ പരിപാടികൾ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്നു. അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള കർമ്മം ചെയ്യുക. അതിനുള്ള പ്രതിഫലം പ്രപഞ്ചം തരും. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ 1000 കുടത്തിന്റെ വാമൂടി കെട്ടിയാൽ ഒരു മനുഷ്യന്റെ വാമൂടി കെട്ടാൻ പറ്റുമോ? ഇല്ല. അതുപോലെ നമുക്ക് ഈ ശത്രുക്കളുടെ അടുത്ത് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അവര് ഈ കുശുംബ അസൂയ ഉള്ളവര് നമ്മൾ ഈ 2050 ആയാലും 2090 ആയാലും അതൊക്കെ മാറുമെന്ന് എനിക്കറിയില്ല. അതിങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ വൈസ് നമ്മൾ ഒരുപാട് എന്താ പറയാ മുന്നിലാണെന്നുണ്ടെങ്കിലും 100% ലിറ്ററസി സാർ എന്ന് പറയണ പോലെ നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷൻ വൈസ് മുന്നിലാണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ, ഇങ്ങനെയുള്ള ആളുകൾ എന്താ പറയാ, അത് എനിക്കറിയില്ല എങ്ങനെ പറയണ്ടേന്ന്. മാറ്റം വരുമോ? കുശുമ്പിനും കുഞ്ഞായ്മക്കൊക്കെ മാറ്റം വരുമോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ കണ്ട അവർ ഉയർന്നു പോയില്ലേ, കണ്ട അവരങ്ങനെ ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ കണ്ടോ അവരങ്ങനെ ജീവിക്കുന്നില്ലേ, അത് പറയുന്നവരെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ്. അപ്പൊ നമ്മളതൊന്നും നമ്മൾ വഴിയിൽ കൂടി പോകുമ്പോ നമ്മളെ നോക്കി ഇഷ്ടം പോലെ പട്ടികൾ കുരച്ചോണ്ടിരിക്കും. നമ്മൾ തിരിച്ചു കുരക്കുവോ? ഇല്ല. അതാണ്. അപ്പൊ നമ്മള് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുള്ള ഒരു ആൻസർ നല്ലത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള നല്ലൊരു ഉത്തരം നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ അവര് ചെയ്യുന്ന കർമ്മം അത് പ്രപഞ്ചത്തിലോട്ട് വിടുക. കാരണം നിങ്ങളെ എല്ലാ രീതിയിലും ഹാങ് ആക്കി വെക്കാൻ, സിറ്റുവേഷൻ ഏത് പരിപാടിയിലാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ബന്ധനം ചെയ്തു വെക്കാനാണ് നിങ്ങളുടെ ശത്രുക്കൾ ശ്രമിക്കുന്നത്. എന്തോരോന്ന് വെച്ച് ശ്രമിക്കും. അതൊക്കെ ഒന്ന് ഇപ്പൊ ബ്ലാക്ക് മാജിക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ കമന്റിൽ വന്നിട്ട് എന്താണ് അതിന് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പൊ നിങ്ങൾക്കുള്ളതായിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പൊ അത് നിങ്ങൾക്ക് എന്താണ് ബാധിച്ചിരിക്കുന്നതെന്ന് അറിയാതെ ഞാൻ അതിന് എന്താ പരിഹാരം പറയുക? ഓക്കെ, അപ്പൊ ആരും വെറുതെ വിഷമിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നമ്മള് ശരിയും തെറ്റും കണ്ട് അങ്ങോട്ട് മുന്നേറുക. അല്ലാതെ ചെയ്യുന്നവരൊക്കെ അവിടെ ഇരുന്ന് ചെയ്യട്ടെ. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. യെസ്, അതാണ് നേരത്തെ എന്താണ് പറഞ്ഞത്. നിങ്ങൾക്ക് ദൈവാധീനം ഉണ്ട്. നിങ്ങളുടെ കൂടെ ഒരു സർവേശ്വരന്റെ ഒരു ശക്തി ഉണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതല്ലേ ഇത്? ഓക്കെ.
ആഹാ, ലിസൺ ഡീപ്ലി. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ കുറച്ച് കേൾക്കുന്നുണ്ട്, കുറച്ച് ഇങ്ങനെ ഓ ഈ പെണ്ണെന്തായി പറയുന്നത്, ഓ ഇതൊക്കെ ഉള്ളതാണോ, ഓ ഇതൊക്കെ എന്താണ്, അങ്ങനെയൊക്കെ എല്ലാരും അല്ല, ചില ആളുകൾ. അപ്പൊ അത് ലിസൺ ഡീപ്ലി. നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്ന കാര്യങ്ങൾ കേൾക്കുക. ഓക്കെ, ലേണിംഗ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ലൈഫിൽ നടന്ന പല കാര്യങ്ങൾ അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് ഉൾക്കൊള്ളുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, യെസ്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മളിലോട്ട് നല്ലത് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.